മുതലാളി എവിടെ? മുതലാളി എവിടെ? എന്താ സന്ധ്യ പ്രശ്നം? എനിക്ക് മുതലാളിയെ കാണണം. കാര്യം പറഞ്ഞു. നീയാ മുതലാളി? അല്ലല്ലേ, എന്റെ അളിയലാണല്ലോ മുതലാളി. മാറിയില്ല. മുതലാളി എവിടെ? കാര്യം പറഞ്ഞു. മുതലാളി എവിടെയെന്ന്? മുതലാളി കമ്മിറ്റി ഓഫീസിൽ പോയിട്ടുണ്ട്. കാര്യം പറഞ്ഞു, എന്നോട് പറഞ്ഞു. ഞാൻ എന്നും കൊണ്ടുവരുന്ന ലിപ്സ്റ്റിക്കിന്റെ പകുതി എവിടെ പോണത്? പകുതി എവിടെ പോണതെന്ന് എനിക്ക് അറിയണം. അത് എവിടെ മുതലാളി? ഞാൻ നേരത്തെ വന്ന് ചോദിച്ചെന്ന് പറഞ്ഞ് ഞാൻ എടുത്തൊന്നുമില്ല. എടുത്തെങ്കിൽ ഞാൻ പിന്നെ ചോദിക്കില്ലല്ലോ. ഞാൻ എടുക്കില്ല. നിനക്ക് കുഴപ്പമില്ല. ഞാൻ സത്യം ആവശ്യമുള്ള സാധനങ്ങളിൽ കൈതൊട്ട് ഇല്ലാന്ന് കേട്ടല്ലോ. ഇല്ല, ശരിയായിട്ടുള്ള നടപടി അല്ല അത്. സന്ധ്യ ഇതൊന്നും പൊരി എടുക്കട്ടെ. എന്റെ പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ ഞാൻ പൊരി തരും. എനിക്ക് വേണ്ട. ഇതൊക്കെ എവിടെ പോവാ? കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ വരും. സന്ധ്യ, എന്ത്? നമ്മുടെ കുഞ്ഞെന്ത് ചെയ്യുന്നു? നമ്മുടെ കുഞ്ഞാ? അല്ല, നമ്മുടെ കുഞ്ഞ് എന്ത് പറയുന്നു? തൊട്ടിലി കിടക്കണ 6 മാസം പ്രായമുള്ള കൊച്ചു എന്തോന്ന് പറയാൻ? 3-4 വയസ്സായിട്ട് വല്ല സംസാരിക്കും. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് പറയാം. നിന്റെ അല്ലേ കുഞ്ഞ്? ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. സന്ധ്യ, കഴിഞ്ഞ സ്റ്റേജിൽ എന്റെ ലൈവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഓ, കഴിഞ്ഞ സ്റ്റേജിലെ നിന്റെ ലൈഫ് തകർത്ത്. പക്ഷെ നിന്റെ ഈ കെട്ടിപ്പിടിച്ചുള്ള ലൈഫ് ഉണ്ടല്ലോ, അത് എന്റെ അടുത്ത് നടക്കില്ല. നിന്റെ ലൈഫ് ഞാൻ കുളം തോട്ടും. നീ എന്ത് ചെയ്യുമെന്ന്? നിന്നെ ഞാൻ അങ്ങ് വന്ന് കെട്ടും. സത്യം പറഞ്ഞത് കേട്ടാ? അവളെ കെട്ടോ. ഇനി ഇവിടുത്തെ തട്ടിയും കത്തിനും മാത്രമുണ്ട് അവളെ കെട്ടാൻ വേണ്ടിട്ട്. അവന്റെ അയ്യോ വേണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ നീ അവളെ ബാക്കിൽ നിന്ന് പൊരി കൊണ്ട് നടക്കണത്? ചിലപ്പം പൊരി വാങ്ങിച്ചാലോ. റൂമൊന്നുമില്ലേ? അയ്യോ, ഡ്രസ് മാറാൻ ഇവിടെ മാറാല്ല. മറ എവിടെ? മറ എന്ന് പറയുമ്പോ ഇവിടെ ആരെങ്കിലും ഒന്ന് മറച്ചെന്നാ പോരെ? അതായി ഒരു കാര്യം ചെയ്യ്. ഇനി വാ, ഈ ഭാഗത്ത് നീ മറക്കട. പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇതെടുത്ത് ഞാൻ മറച്ചു പിടിച്ചു തരാം. ഞാൻ ഇവർ കാണാതെ ഡ്രസ്സ് മറിക്കും. അല്ലെങ്കിൽ ഞാൻ മറച്ചു തരാന്ന്. ഇതൊക്കെ ഇവിടെ ഡ്രസ്സ് മറിക്കോളൂ. ഞാൻ മറച്ചു തരാം. ഡ്രസ്സ് മറിക്കും ഞങ്ങള്. യവന്മാര് കാണൂല. അയ്യോ, ഞാൻ ഇങ്ങനെ നിന്നതാണ്. നന്നായിരിക്കണ്ട. രണ്ടാണിയും കൂടെ 2 സൈഡിലങ്ങ് അടിച്ചു വെക്കട്ടെ. നന്നായിരിക്കും.